ശ്രീലങ്കൻ പര്യടനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കൊളംബോയിൽ എത്തിയിരിക്കുകയാണ്. ഈ മാസം 15-ാം തീയതിയാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ 2 മത്സരങ്ങളടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയ്ക്ക് തുടക്കമാകുന്നത്. 8 വർഷങ്ങൾക്ക് ശേഷമായിട്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരമ്പര കളിക്കാൻ വേണ്ടി ശുഭ്മാൻ ഗില്ലിന്റെ കീഴിൽ ശ്രീലങ്കൻ മണ്ണിൽ എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ യുവ ബാറ്ററായ സായി സുദർശൻ ടീമിനോടൊപ്പം ഇല്ല എന്നുള്ളതാണ് സൂചന. പരിക്കിന്റെ പിടിയിലായ താരം ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ല എന്നുള്ളതാണ് കാരണം. ഫിറ്റ്നസ് പ്രശ്നം കാരണം ശ്രീലങ്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പര ഒരുപക്ഷെ താരത്തിന് നഷ്ടമായേക്കാം. ഇന്ത്യൻ സ്ക്വാഡിലുണ്ടായ ജസ്പ്രീത് ബുംറ ഫിറ്റ്നസ് പ്രശ്നം കാരണം താരത്തെയും BCCI നേരത്തെ സ്ക്വാഡിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ശുഭ്മാൻ ഗില്ലിനോടൊപ്പം ഇന്ത്യയുടെ പ്രധാന താരങ്ങളായ KL രാഹുൽ, ഋഷഭ് പന്ത്, രവീന്ദ്ര ജഡേജ, യശസ്വി ജയ്സ്വാൾ, ധ്രുവ് ജുറൽ എന്നീ താരങ്ങളും ടീമിനോടൊപ്പം ലങ്കയിലെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വംശജനായ നീൽ പട്ടേൽ എന്ന 16 വയസ്സുകാരൻ ഓസ്ട്രേലിയൻ ടീമിൽ ഇടം പിടിച്ചു. അടുത്ത മാസം ഇന്ത്യക്കെതിരെ കളിക്കുന്ന പരമ്പരയ്ക്കുള്ള അണ്ടർ-19 ഓസ്ട്രേലിയൻ ടീമിലാണ് നീൽ പട്ടേൽ ഇടം പിടിച്ചിരിക്കുന്നത്. 3 മത്സരങ്ങളടങ്ങുന്ന ഏകദിന പരമ്പരയും 2 ചതുർദിന മത്സരങ്ങളുമാണ് ഓസ്ട്രേലിയ ഇന്ത്യയുമായിട്ട് കളിക്കുന്നത്. സമീപകാലത്ത് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയ ഇംഗ്ലണ്ടിന്റെ മുൻ ക്യാപ്റ്റനായ ബെൻ സ്റ്റോക്കിന് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചതിന് ശേഷമാണ് ബെൻ സ്റ്റോക്ക് ഇത്തരമൊരു ആഗ്രഹം പറഞ്ഞിരിക്കുന്നത്. ഭാവിയിൽ ഇംഗ്ലണ്ട് ക്രിക്കറ്റിന്റെ മുഖ്യ പരിശീലകനാകാനാണ് തനിക്ക് ആഗ്രഹമെന്നാണ് മുൻ ഓൾറൗണ്ടറും കൂടെയായ ബെൻ സ്റ്റോക്ക് പറഞ്ഞിരിക്കുന്നത്.